CPM-ന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഒരു വിവരം പുറത്തുവരികയാണ്. കെ ശൈലജ പേരാവൂരിൽ മത്സരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ഇപ്പോൾ വരുന്ന വാർത്ത അതാണ്. മട്ടന്നൂരിൽ കെ ശൈലജയ്ക്ക് ഇത്തവണ സീറ്റ് ഉണ്ടാകില്ല എന്ന് നേരത്തെ വിവരങ്ങൾ വന്നതാണ്. അവിടെ 2 ടേം വ്യവസ്ഥ ബാധകമാക്കും എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ്. അപ്പോൾ പേരാവൂരിൽ മത്സരിക്കാനുള്ള സന്നദ്ധത കെ ശൈലജ അറിയിച്ചിരുന്നു. കഴിഞ്ഞ തവണ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ മട്ടന്നൂരിൽ നിന്ന് ജയിച്ച് നിയമസഭയിലെത്തിയ നേതാവാണ് കെ ശൈലജ. മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ ഇത്തവണ മത്സരരംഗത്തുണ്ടാകുമോ ഉണ്ടാകില്ലേ എന്നതിൽ ഒരു ആകാംക്ഷ നിറഞ്ഞു നിന്നിരുന്നു. ഏതായാലും പേരാവൂരിൽ അവിടെ UDF സ്ഥാനാർത്ഥി എത്താൻ പോകുന്നത് KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ആയിരിക്കും. സണ്ണി ജോസഫ് നേരിടേണ്ടി വരിക പേരാവൂരിൽ കെ ശൈലജ ആയിരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പാവുകയാണ്. തളിപ്പറമ്പിൽ PK ശ്യാമളയായിരിക്കും മത്സരരംഗത്തുണ്ടാവുക എന്നറിയുന്നു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥി പട്ടിക അംഗീകരിച്ചിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ നമ്മളോടൊപ്പം അജീഷ് ജയകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അജീഷ്, കെ ശൈലജ ടീച്ചർക്ക് മട്ടന്നൂരിൽ സീറ്റില്ല എന്ന് നേരത്തെ അറിഞ്ഞിരുന്നു. അവിടെ 2 ടേം വ്യവസ്ഥ കൊണ്ടുവരുന്നു. അപ്പോൾ ടീച്ചർ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് പേരാവൂർ എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. പേരാവൂരിൽ കെ ശൈലജ എന്നത് ഉറപ്പായോ? തളിപ്പറമ്പിൽ അതുപോലെ തന്നെ ഗോവിന്ദമാഷന്റെ സ്ഥാനത്ത് അവിടെ PK ശ്യാമള മത്സരിക്കാൻ എത്തുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച സ്ഥാനാർത്ഥി പട്ടികയിലെ വിവരങ്ങൾ? എന്തായാലും മട്ടന്നൂരിൽ കെ ശൈലജ ടീച്ചർ ഇത്തവണ മത്സരത്തിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ റെക്കോർഡ് ഭൂരിപക്ഷം, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ കെ ശൈലജ ജയിച്ച മണ്ഡലമായിരുന്നു മട്ടന്നൂർ. ഇത്തവണ മട്ടന്നൂരിൽ DYFI സംസ്ഥാന സെക്രട്ടറി VK സരോജ് ആയിരിക്കും മത്സരിക്കുക. പകരം ഈ പേരാവൂരിലായിരിക്കും കെ ശൈലജ ടീച്ചർ മത്സരിക്കുക. 2006 അവിടെ നിന്ന് ഒരു തവണ MLA ആയിട്ടുണ്ട് കെ ശൈലജ. അതിനുശേഷം തുടർച്ചയായി 3 തവണ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ് പേരാവൂർ മണ്ഡലത്തെ പ്രതികരിക്കുന്നത്. ഓരോ വർഷം കഴിയും തോറും അവിടുത്തെ ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരുന്ന ഒരു പ്രതിഭാസമുണ്ട്. CPM-ന് കഴിഞ്ഞ തവണ കടുത്ത മത്സരമായിരുന്നു പേരാവൂർ മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. അവിടെ സക്കീർ ഹുസൈൻ, CPM-ന്റെ മുൻ ഏരിയ സെക്രട്ടറി, മത്സരിക്കുമെന്നായിരുന്നു ഒരു ധ്വനി ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് പകരം കെ ശൈലജ അവിടെ മത്സരിച്ച് വലിയൊരു മത്സരം തന്നെ കാഴ്ചവെക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പേരാവൂരിൽ ഇത്തവണ കെ ശൈലജയെ ഇറക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് തളിപ്പറമ്പാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പകരം അദ്ദേഹത്തിന്റെ ഭാര്യയും CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ആന്തൂർ നഗരസഭാ ചെയർപേഴ്സണുമായിട്ടുള്ള PK ശ്യാമളയായിരിക്കും ഇത്തവണത്തെ LDF-ന്റെ സ്ഥാനാർത്ഥി. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം അവിടെ അംഗീകരിച്ചു. PK ശ്യാമള, ഒപ്പം തന്നെ N സുകന്യ, കെ ശൈലജ, അങ്ങനെ 3 പേരുകളായിരുന്നു അവിടെ പരിഗണിച്ചിരുന്നതെങ്കിലും പിന്നീട് PK ശ്യാമള എന്ന പേരിലേക്ക് എത്തുകയായിരുന്നു. N സുകന്യ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. അവരുടെ പേര് പിന്നീട് 2ാം സ്ഥാനത്താക്കി പിന്തള്ളപ്പെടുകയായിരുന്നു. മറ്റു മണ്ഡലങ്ങളിൽ അത് ഇപ്രകാരമാണ്. നേരത്തെ ഈ പയ്യന്നൂരിൽ TI മധുസൂദനൻ തന്നെ മത്സരിക്കും. കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥി കൂടിയാണ്. ഇത്തവണ വിവാദങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ TI മധുസൂദനനെ മാറ്റുമെന്നുള്ളൊരു അഭ്യൂഹങ്ങളൊക്കെ പരന്നിരുന്നെങ്കിലും അദ്ദേഹത്തെ മാറ്റിക്കഴിഞ്ഞാൽ ഈ ഉയർന്നു വന്ന ആരോപണങ്ങൾ, വിവാദങ്ങളൊക്കെ അംഗീകരിക്കുന്നതിന് തുല്യമാകും എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് പയ്യന്നൂരിൽ TI മധുസൂദനെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. മറ്റൊന്ന് കല്യാശ്ശേരിയിൽ ഒരു തവണ മത്സരിച്ച M വിജിൻ തന്നെയായിരിക്കും ഇത്തവണയും കല്യാശ്ശേരിയിൽ മത്സരിക്കുക. കൂടാതെ തലശ്ശേരിയിൽ പകരമായി കാരായി രാജന്റെ പേരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി ഉയർന്നു കേൾക്കുന്നത്. കാരായി രാജനൊപ്പം തന്നെ MV ജയരാജൻ, അതിൽ ഒരു സ്ഥിരീകരണം നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും തലശ്ശേരിയിൽ ഷംസീർ മാറും എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഒന്ന് തളിപ്പറമ്പിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയായിരിക്കും ഇത്തവണ LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരിക. മട്ടന്നൂരിൽ VK സരോജ് ആയിരിക്കും. പേരാവൂരിലായിരിക്കും കെ ശൈലജ മത്സരിക്കുക. സണ്ണി ജോസഫിന് എതിരായിട്ട് ശക്തമായിട്ടൊരു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നുള്ളൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വളരെയേറെ പ്രസിദ്ധിയുള്ള കെ ശൈലജയെ തന്നെ ഇറക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. GK. ശരി, ഇപ്പോൾ അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. കെ ശൈലജ പേരാവൂരിൽ മത്സരിക്കും. ശൈലജ ടീച്ചർ അവിടെ മുൻപ് മത്സരിച്ച് വിജയിച്ചിട്ടുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ 3 ടേമിലായി അവിടെ KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന അഡ്വക്കേറ്റ് സണ്ണി ജോസഫാണ് ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. തളിപ്പറമ്പിൽ PK ശ്യാമള മത്സരിക്കും എന്നാണ് ഇപ്പോൾ അജീഷ് ജയകുമാർ നൽകുന്ന റിപ്പോർട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.